മസ്ജിദുൽ ഖിബലത്തൈനിയാണിത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് 6 മാസമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ മദീനയിലെ പ്രമുഖ ഗോത്രമായ ബനൂ സലമ ഗോത്രത്തിലെ ഉമ്മു ബിശ്ർ എന്ന് പറയുന്ന ഒരു സഹോദരി രോഗിയായി കിടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തഅല്ലിമീങ്ങളായ സ്വഹാബികളെയും കൂട്ടി അവരെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. മുത്തുനബിയും സ്വഹാബത്തും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ ഉമ്മ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കാത്തിരിക്കുകയാണ്. ളുഹറിൻ്റെ സമയമായി, ചില ഹദീസുകളിൽ അസറിൻ്റെ സമയമാണെന്നും കാണിക്കുന്നുണ്ട്. ഏതായാലും നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാനുള്ള ഒരുക്കായി. അങ്ങനെ ജമാഅത്തായി നിസ്കരിക്കുകയാണ്. ആദ്യത്തെ 2 റക്അത്ത് പൂർത്തിയായപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ഫലനുവല്ലിയന്നക ഖിബലതൻ തർല്ലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്നുള്ള ആയത്തിറങ്ങുന്നത്. നബിയെ, അങ്ങയുടെ ഖൽബിൻ്റെ ആഗ്രഹമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾ മക്കയിലെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാൽ മതി എന്നുള്ള ആയത്തിറങ്ങുന്നത്. അതായത് മുത്തായ നബി തങ്ങൾ മക്കയിലായിരിക്കുന്ന സമയത്താണ് നിസ്കാരം നിർബന്ധമാകുന്നത്. അപ്പോഴും മുത്തായ നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോഴും മദീനയിൽ 6 മാസം ജീവിക്കുമ്പോഴൊക്കെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചിരുന്നത്. പക്ഷേ അപ്പോഴൊക്കെ മുത്തുനബിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മക്കയിലെ കഅബാലയം ഖിബിലയായിരുന്നെങ്കിലെന്ന്. പക്ഷേ ആ ആഗ്രഹം സാധിപ്പിക്കുന്നത് മുത്തായ നബി തങ്ങൾ ഇവിടെ വന്ന് ഈ ഉമ്മയെ രോഗസന്ദർശനത്തിന് വന്ന് ഇവിടെ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ആദ്യത്തെ 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് തന്നെ നിസ്കരിച്ചു. പിന്നീട് അവിടുന്ന് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ 2ാമത്തെ റക്അത്ത് മുതൽ ബാക്കിയുള്ള 2 റക്അത്ത് ഖിബിലയിലേക്ക്, മക്കയിലെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ഒരു നിസ്കാരത്തിൽ തന്നെ 2 ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ആ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് പിന്നീട് വന്ന ഇസ്ലാമിക ഖലീഫമാരൊരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിക്ക് അവർ മസ്ജിദുൽ ഖിബലത്തൈൻ എന്ന പേര് നൽകുകയും ചെയ്തു. ആ ഒരു ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം.